നമ്മൾ കേരള ഹൈഡൽ ടൂറിസം സെന്റർ KCB ലിമിറ്റഡിന്റെ കീഴിലുള്ള വയനാട് പ്രവർത്തിച്ചിരുന്ന ബാണാസുര സാഗർ ഡാം, കോഴിക്കോടുള്ള കക്കയം ഡാം, ഇടുക്കി മൂന്നാറിലെ വിവിധ സെന്ററുകളായ മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, സൺമൂൺ വാലി ബോട്ടിംഗ് സെന്റർ, കുണ്ടള, ചെങ്കുളം കൂടാതെ ഇടുക്കി ഡാം എന്നിവിടങ്ങളിൽ എങ്ങനെ ഓൺലൈനായിട്ട് ബോട്ടിംഗ് ടിക്കറ്റ്, എൻട്രൻസ് ടിക്കറ്റ്, മറ്റ് ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിളിൽ കയറണം. ഗൂഗിളിൽ കയറിയതിനു ശേഷം കേരള ഹൈഡൽ ടൂറിസം സെന്റർ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അത് വരുന്നുണ്ട്. ആ വരുന്ന ലിങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള ഹൈഡൽ ടൂറിസത്തിന്റെ വെബ് പേജിലേക്ക് പോകും. അവിടെ നമ്മൾ ബൈ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ കീഴിലുള്ള എല്ലാ സെന്ററുകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വയനാടുള്ള സെന്റർ ബാണാസുര സാഗർ ഡാം, ഇടുക്കിയിലുള്ള സെന്റർ ഇടുക്കി ഡാം, മൂന്നാറിലുള്ള മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, അങ്ങനെ വിവിധ സെന്ററുകളുണ്ട്. അതിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്യാൻ പോകുന്നത് ബാണാസുര സാഗർ ഡാമിലെ ഒരു ടിക്കറ്റാണ്. ബാണാസുര സാഗർ ഡാമിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബുക്ക് നൗ കൊടുക്കുന്നു. വരുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ച് അത് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിനു ശേഷം ഫെസിലിറ്റികൾ നമുക്ക് കാണാം. ബോട്ടിംഗ് ബുക്ക് ചെയ്യാം, എൻട്രൻസ് ബുക്ക് ചെയ്യാം, എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിന്ന് എൻട്രൻസ് ടിക്കറ്റ് ആണ് നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കുന്നത്. എൻട്രൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന ഡേറ്റ് അടുത്ത കോളത്തിൽ നമ്മൾ കൊടുക്കുക. അതിന്റെ അടുത്ത കോളത്തിൽ ടൈം കൊടുക്കുക. അതിന് നമ്മൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് തരും. ആ വിൻഡോയിൽ എത്ര ടിക്കറ്റാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ടു കാർട്ട് കൊടുക്കാം. ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ പേര് ചോദിക്കും. നമ്മളവിടെ എന്ത് ചെയ്യുക? പേരടിക്കുക. ഞാൻ ABC ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് കൊടുക്കുമ്പോൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകും. അവിടെ നമ്മൾ മൊബൈൽ നമ്പർ ചോദിക്കുന്നതാണ്. നമ്മളുടെ മൊബൈൽ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ നമ്പർ ഞാനിപ്പോൾ അവിടെ ടൈപ്പ് ചെയ്യുന്നതാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നമ്മൾ ആ OTP അവിടെ അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് പോകും. അവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ നെയിം ഉണ്ടാവും. നമ്മൾ ഇമെയിൽ ID കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സേവ് യൂസർ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ബുക്ക് ചെയ്യുമ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ് സേവ് യൂസർ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും എത്രയാണ് എമൗണ്ട് അവിടെ വന്നേക്കുന്നത്. എമൗണ്ട് നോക്കുക. നമ്മൾ എന്ത് ചെയ്യുക? പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോവാം. പേയ്മെൻറ്റ് ഓപ്ഷനിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വിവിധ പേയ്മെൻറ്റ് ഓപ്ഷൻസ് അവിടെ കാണിക്കാം. നമുക്ക് QR വേണമെങ്കിൽ QR ജനറേറ്റ് ചെയ്യാം. ഇനി അതല്ല ഗൂഗിൾ പേ ആണ്, ഫോൺ പേ ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗൂഗിൾ പേ ആണ് കൊടുക്കുന്നത്. പേയ്മെൻറ്റ് ഓപ്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോയിൽ നമുക്ക് കാണാം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത എൻട്രൻസിൻ്റെ ടിക്കറ്റ്. അത് ഓപ്ഷനിൽ നമുക്ക് ആ ടിക്കറ്റ് കാണാവുന്നതാണ്. ആ ടിക്കറ്റ് എന്ത് ചെയ്യുക? നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഫോണിലേക്ക് ആ ടിക്കറ്റ് PDF ഫയലായിട്ട് ഡൗൺലോഡായി വരുന്നതായിരിക്കും. നമ്മളെ ഫോണിൽ നോക്കിയാൽ നമുക്ക് ആ ടിക്കറ്റ് കാണാം. നമ്മൾ എപ്പോഴാണോ ടൈം കൊടുത്തത്, ഏത് ഫെസിലിറ്റിയാണോ കൊടുത്തത്, എല്ലാം കാണാം. ഈ ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ കാണിച്ചു കൊടുത്താൽ അവിടെയുള്ള ജീവനക്കാർ ആ QR സ്കാൻ ചെയ്ത് നമ്മളെ കയറ്റി വിടുന്നതായിരിക്കും.